ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? കേൾക്കണം, നമുക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പ്രിയപ്പെട്ട മക്കളെ, പൂർണ്ണ സ്നേഹം, പൂർണ്ണ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാത്മാവിന് നേരെ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, പൂർണ്ണ സ്നേഹം നേടിയെടുക്കുന്ന ആത്മാക്കൾ വളരെ ചുരുക്കമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കുന്ന ആത്മാക്കൾ വളരെ കുറച്ചു മാത്രമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമേ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനായിട്ട് പറ്റൂ. വിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്ന കാര്യമാണ്, മരണശേഷം നേരെ സ്വർഗത്തിലേക്ക് പോകുന്നത് മനുഷ്യ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കണം, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് നേരെ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്, അസാധാരണമാണ്, വളരെ കുറച്ചു മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ഒരാൾ പോലും ശുദ്ധീകരണ സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ എത്തണമെന്ന. ഈശോ നമ്മളൊക്കെ സ്വർഗത്തിൽ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മക്കളെ, നമ്മുടെ കടമ, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് എത്താൻ വേണ്ടിയല്ല പ്രയത്നിക്കേണ്ട, മറിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം നമ്മൾ അധ്വാനിക്കേണ്ടേ, പ്രയത്നിക്കേണ്ടേ. എങ്ങനെയാ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് നേരെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് സ്വർഗത്തിൽ എത്താനായിട്ട് പറ്റുക? അതിന് പ്രധാനമായിട്ടും 15 കാര്യങ്ങളാണ് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം. 15 മേഖല. ഒന്നാമത്തെ മേഖല ശ്രദ്ധിക്കണം മക്കളെ. ഒന്നാമത്തെ മേഖല എന്ന് വെച്ചാൽ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കുക എന്നതാ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഏതാണ് പാപം മനുഷ്യ ജീവിതത്തിൽ? ഒന്ന്, ഉത്ഭവപാപം. ഈ ഉത്ഭവപാപത്തിൽ നിന്നും 3 പാപവേരുകൾ വരുന്നുണ്ട്. കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഈ 3 പാപവേരിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന അടുത്തതാണ് 7 മൂലപാപങ്ങൾ. ഈ 7 മൂലപാപങ്ങളിൽ നിന്നും മുളയ്ക്കുന്നതാണ് 10 പ്രമാണ ലംഘനങ്ങൾ. അവിടെ നിന്നും വരുന്നതാണ് 5 തിരുസഭയുടെ കൽപ്പന 5-നെതിരെ ചെയ്യുന്ന പാപങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ 14-നെതിരെ ചെയ്യുന്ന പാപങ്ങൾ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപങ്ങൾ, പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ, ദൈവഹിതത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ, ദൈവവചനത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ, ഉപവിക്കെതിരായി ചെയ്യുന്ന പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യ ജീവിതത്തിൽ വരുന്ന ഒരു പാപകരമായ ലിസ്റ്റ്, അല്ലെങ്കിൽ പാപത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെ നമ്മൾ 3 ചുരുക്കുകയാണെങ്കിൽ, മാരക പാപം, ലഘുപാപം, ഗൗരവമായിട്ടുള്ള പാപം. പ്രിയപ്പെട്ടവരെ, പാപം വരുന്ന വഴികൾ ഏതാണെന്ന് ചോദിച്ചാൽ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ. എവിടെയൊക്കെയാണ് പാപം വരുന്നതെന്ന് ചോദിച്ചാൽ ശരീരം, മനസ്സ്, ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം, പഞ്ചേന്ദ്രിയം. പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിലെല്ലാം കിടക്കുന്ന പാപത്തെ ഒരു വ്യക്തി ശുദ്ധീകരിച്ച് നീക്കിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന പാപമേഖലകളെ അല്ലെങ്കിൽ ഈ പാപത്തെ നീക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ആത്മശോധന. പ്രഭാതം തൊട്ട് ഉറങ്ങുന്നിടം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടെത്തണം. നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഉപേക്ഷയിലൊക്കെ നമുക്ക് എന്തുമാത്രം തെറ്റുകൾ സംഭവിച്ചു, എവിടെയൊക്കെ കുറച്ചും കൂടി നമുക്ക് പെർഫെക്ഷൻ ആക്കാൻ പറ്റും. ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, 100 പ്രവൃത്തി ചെയ്തു എന്നിരിക്കട്ടെ, 100 പ്രവൃത്തിയിൽ 80 പ്രവൃത്തി തെറ്റാണ്, കുറവാണ് എന്ന് ചിന്തിക്ക് മക്കളെ. ഒറ്റ ദിവസം കൊണ്ട് 80 കാര്യങ്ങൾ തുടച്ചു മാറ്റാൻ നോക്കിയാൽ നടക്കില്ല. മറിച്ച് ഒരു കാര്യം ഒരു ദിവസം എടുക്ക്, ഒരു പാപം ഒരു ദിവസം എടുക്ക്.
ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഇനി എന്നേക്കുമായിട്ട് ചെയ്യില്ല എന്ന തീരുമാനമെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ ആ സ്ഥലം, ആ പാപമേഖല കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. രണ്ടാം ദിവസം മറ്റൊരു പാപം എടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, അപ്രകാരം 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 90 അല്ലെങ്കിൽ 100 പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും. മക്കളെ മനസ്സിലാക്കണം, ഒരു വ്യക്തി ബോധ്യത്തോടും അറിവോടും കൂടി 100 പാപങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്നും നീക്കിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിച്ചിരിക്കും. ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ ഒരുക്കത്തിലേക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പാപം ഉപേക്ഷിക്കണമെങ്കിൽ ആത്മശോധന നടത്തി ഓരോ ദിവസവും ഓരോ പാപം ഉപേക്ഷിക്കണം. രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ കൃപ ആവശ്യമാണ്. കൃപ കിട്ടുന്ന 4 വഴികൾ: 1 പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുദാശ, 2 പ്രാർത്ഥന, 3 ഉപവാസം, 4 പ്രിയപ്പെട്ട ദൈവമക്കളെ വചനം. ഈ 4 മേഖല നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ പാപത്തെ വർജിക്കാൻ, പാപത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പുണ്യജീവിതത്തിലേക്ക് വളരാൻ തടസ്സമുണ്ടാക്കുന്ന ലഘുപാപത്തെയും ഉപേക്ഷയാനുള്ള പാപത്തെയും നമ്മൾ മാറ്റണം എന്നുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എന്താണ് ലഘുപാപം അല്ലെങ്കിൽ ലഘുപാപത്തിൽ വരുന്ന പ്രശ്നം എന്താ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഒരു മാരകമായ ഒരു മോഷണം നടന്നാൽ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയും. എന്നാൽ ഒരു ചെറിയ നുണ പറഞ്ഞാൽ നമ്മൾ പറയുമോ? പലപ്പോഴുമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ച്, മോഷണവും നുണയും നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലെത്താൻ തടസ്സമാണ്. വ്യഭിചാരം ചെയ്തവൻ കുമ്പസാരത്തിൽ ഏറ്റുപറയും. മനസ്സിൽ ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയവൻ അവൻ ഏറ്റുപറയാറില്ല. പക്ഷെ ഇത് രണ്ടും സ്വർഗത്തിലെത്താൻ തടസ്സമാ. കൊലപാതകം ചെയ്തവൻ കുമ്പസാരത്തിൽ ഏറ്റുപറയും, മനസ്സിൽ വെറുപ്പുള്ളവൻ പറയില്ല. രണ്ടും തുല്യമാ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന പ്രവൃത്തി പാപമാകുന്നത് പോലെ തന്നെ നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആലോചനയിൽ എത്രമാത്രം പാപമുണ്ടായോ അത് ഗൗരവമായിട്ടുള്ളതാണെങ്കിൽ മക്കളെ, അതും കൂടി ഏറ്റു പറയുമ്പോഴേ പൂർണ്ണ വിശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. നമ്മളൊരു പാപം ചെയ്യാൻ തീരുമാനമെടുത്തിട്ട് ഏതെങ്കിലും വ്യക്തി വഴിയോ ഏതെങ്കിലും സാഹചര്യം വഴിയോ ആ പാപം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അതും കൂടി നമ്മൾ ഏറ്റു പറഞ്ഞാലേ പൂർണ്ണ വിശുദ്ധീകരണം സംഭവിക്കുള്ളൂ. നമുക്ക് സ്വർഗത്തിൽ നേരെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ മക്കളെ, നമ്മുടെ ലഘുപാപങ്ങളാകട്ടെ, ഉപേക്ഷയാനുള്ള പാപങ്ങളാകട്ടെ മാറ്റണം. 4ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ബലഹീനതയാണ്, അറിവില്ലായ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവമക്കൾ ചില പാപങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ ആ മേഖല ഉപേക്ഷിക്കണം. കാരണം ബലഹീനതയെ മറികടക്കാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്, ദൈവിക വെളിച്ചം തരുന്നുണ്ട്, ദൈവിക ബലം തരുന്നുണ്ട്, ദൈവിക ശക്തി തരുന്നുണ്ട്, ദൈവിക ജ്ഞാനം തരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മക്കളെ, നമ്മൾ പാപത്തെ മാറ്റിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും സ്വർഗത്തിൽ നേരെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. 5ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എപ്പോഴും ഈശോയോട് സംസാരിക്കുക, ഈശോയെ ഒത്തിരി സ്നേഹിക്കുക, ഈശോയുടെ കൈ പിടിച്ച് നടക്കുക. നിങ്ങൾ ഇരിക്കുമ്പോൾ ഈശോയുടെ അടുത്തിരിക്കണം, നടക്കുമ്പോൾ ഈശോയുടെ കൈ പിടിച്ച് നടക്കണം, നിങ്ങൾ കിടക്കുമ്പോൾ ഈശോയെ ചേർത്ത് പിടിച്ച് കിടക്കണം. നിങ്ങളെപ്പോഴും ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഈശോയെ വേദനിപ്പിക്കാതെ നമ്മൾ ജീവിക്കണം. മക്കളെ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കും, പൂർണ്ണതയിലേക്ക് വളരാൻ തുടങ്ങും. അതിലൂടെ നമുക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്താനായിട്ട് പറ്റും. 2ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പരിഹാരവും പ്രായശ്ചിത്തവും ജീവിതത്തിൽ ചെയ്യണം. കുമ്പസാരത്തിലൂടെ പാപക്ഷമ കിട്ടിയിട്ടുള്ള ഏതൊക്കെ പാപങ്ങളുണ്ടോ ആ പാപത്തിന് പരിഹാരം, പ്രായശ്ചിത്തം ചെയ്ത് വിശുദ്ധീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടല്ലേ വിശുദ്ധരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഉപവാസത്തിലൂടെയും ജാഗരണത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും തങ്ങളുടെ ആത്മാവിനെ എപ്പോഴും വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കാൻ കാരണം അവർക്ക് നേരെ സ്വർഗത്തിൽ പോകാൻ കൊതിച്ചതുകൊണ്ടാ.
എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്രകാരമാ നമ്മുടെ ജീവിതത്തിലുള്ള കാലിക ശിക്ഷയ്ക്ക് പരിഹാരം ചെയ്യാൻ പറ്റുക? പ്രധാനമായിട്ടും 7 തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബലി പരിഹാരമായിട്ട് അർപ്പിച്ച് കാഴ്ചവെക്ക്. 2, പ്രാർത്ഥനകൾ പരിഹാരമായിട്ട് ചൊല്ലി കാഴ്ചവെക്ക്. ആ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒന്ന് വില കൊടുത്തുള്ള പ്രാർത്ഥന, ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന, സഹനമേറ്റെടുത്തുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അത് പരിഹാരമായിട്ട്, കാലിക ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കള് കാഴ്ചവെക്ക്. 3-ാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങൾ മുഴുവനും നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്ക്. 4-ാമതായിട്ട്, നമ്മുടെ ജീവിതത്തിലെ വേദനകള്, വിഷമങ്ങള്, സങ്കടങ്ങള്, ദുഃഖങ്ങളൊക്കെ അത് പിറുപിറുപ്പ് കൂടാതെ, പഴിചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്ക്. അതുപോലെ 6-ാമതായിട്ട്, പരിത്യാഗങ്ങൾ എടുത്ത് അത് കാഴ്ചവെക്ക്. 7-ാമതായിട്ട്, ആത്മനിയന്ത്രണം, ഉപവാസം എടുത്തുകൊണ്ട് അത് കാഴ്ചവെക്ക്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആ മേഖലയിലെ പാപത്തിൻ്റെ കടം, താൽക്കാലിക ശിക്ഷയിൽ നിന്നും പരിപൂർണമായ വിടുതൽ കിട്ടുക. ഈ നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പാപത്തിൻ്റെ കടങ്ങളും താൽക്കാലിക ശിക്ഷകളും പൂർണ്ണമായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് നേരെ സ്വർഗത്തിലെത്താൻ സാധ്യമാകൂ. 1, പാപം ഉപേക്ഷിക്കുക. 2, പരിഹാരം ചെയ്ത് കാലിക ശിക്ഷ എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരിഹാര കാര്യങ്ങളല്ലേ ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നത്, എന്നിട്ട് കാഴ്ചവെക്കണം. 2, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് കാഴ്ചവെക്കണം. 3, സ്നേഹത്തോടും ദയോടും കൂടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യണം, എന്നിട്ട് കാഴ്ചവെക്കണം. 4, സാധിക്കുന്ന പോലെ ദാനധർമ്മം ചെയ്യുക മാത്രമല്ല, എന്നിട്ടത് കാഴ്ചവെക്കണം. 5, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു ക്രമമുണ്ടാക്കി, ഒരു ചിട്ടയുണ്ടാക്കി അത് പാലിച്ചുകൊണ്ട് അത് കാഴ്ചവെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമല്ലാത്തത് മറ്റുള്ളവർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ പിറുപിറുപ്പ് കൂടാതെ, പരാതിപ്പെടാതെ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് ചെയ്യുക. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന സഹായം നിരസിക്കാതിരിക്കുക, അത് ചെയ്തിട്ട് അത് കാഴ്ചവെക്കുക. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് പരാതിപ്പെടാതിരിക്കുക. മക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അത് കാഴ്ചവെക്കണം. അതിൽ പരിപൂർണമായി വിടുതൽ കിട്ടുമ്പോഴാണ് നമ്മുടെ ആത്മാവ് നേരെ സ്വർഗത്തിൽ പോകുള്ളൂ. 3-ാമത്തെ കാര്യം, ക്രമരാഹിത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. ക്രമരാഹിത്യമില്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കണം. ക്രമരാഹിത്യം എന്ന് പറഞ്ഞാൽ, മക്കളെ, നമ്മൾ ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും നഷ്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, ആ നഷ്ടം അതിനുശേഷം നികത്തണം. നമ്മൾ നുണ പറഞ്ഞ് ഒരു വ്യക്തിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സത്യം പറഞ്ഞ് ആ വ്യക്തിയെ അതിൽ നിന്ന് രക്ഷിക്കണം, കുമ്പസാരിക്കണം. നമ്മൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, കുമ്പസാരത്തോടൊപ്പം മുറിവുണക്കണം. നമ്മൾ ആരുടെയെങ്കിലും സൽപ്പേര് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ആ സൽപ്പേര് തിരിച്ചു കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചാൽ മാത്രം പോരാ, മോഷ്ടിച്ച കാര്യം തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കളെ, കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ആ കാണുന്ന കാര്യം, ആ ബന്ധം കൂട്ടിയോജിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കൊലപാതകം പോലുള്ള ഭ്രൂണഹത്യ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. മറിച്ച് തക്കതായ പരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കണം. ഇപ്രകാരം നമ്മൾ ക്രമരാഹിത്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ മാത്രമാണ് നമുക്ക് നേരെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ പോകാൻ സാധ്യമാകൂ. 4-ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സഹനം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം, സഹനത്തിൻ്റെ തീച്ചുളയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയുള്ള ആത്മാക്കള് പിറുപിറുത്തോ പഴിചാരിയോ വിധിച്ചോ അല്ല ആ സഹനം സ്വീകരിക്കുന്ന, മറിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തിനു വേണ്ടി? തങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട്, എന്നിട്ട് സ്വർഗത്തിൽ ചേരാനായിട്ട് അവർ സന്തോഷത്തോടു കൂടി ആ സഹനം സ്വീകരിച്ച് അവർ ശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരമാ പറഞ്ഞു വെക്കുന്നത്, ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് യഥാർത്ഥത്തിൽ സഹനം. കാരണം സഹനത്തിലൂടെ മാത്രമേ ഒരാത്മാവിന് രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യമാകൂ.
എപ്രകാരമാണ് സഹനം സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ പൗസ്തീന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇപ്രകാരമാണ്: സന്തോഷത്തോടെ സ്വീകരിക്കണം, ക്ഷമയോടെ സ്വീകരിക്കണം, ശാന്തതയോടെ സ്വീകരിക്കണം, സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇപ്രകാരം സഹനം സ്വീകരിച്ച് നമ്മുടെ ആത്മാവിലെ പാപത്തിൻ്റെ കടങ്ങൾ പൊറുക്കാനായിട്ട്, കറ മാറ്റപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിൽ പരിപൂർണമായിട്ടുള്ള വിശുദ്ധീകരണം വരുന്നു. എന്നിട്ട് അവൾ ചേർത്ത് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: എന്നാൽ നീരസത്തോടുകൂടി, ഭയത്തോടുകൂടി, നിരാശയോടുകൂടി, ദുഃഖത്തോടുകൂടി, ആവലാതിയും പരിഭവത്തോടു കൂടിയാണ് സഹനം സ്വീകരിക്കുന്നതെങ്കിൽ ആ സഹനത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൃപ നമ്മൾ നഷ്ടപ്പെടുത്തുവാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവൾ പറയുന്ന കാര്യം ഇപ്രകാരം കൂടിയാ. നമ്മളെയൊക്കെ സഹനത്തിൽ ഒത്തിരിയേറെ പാപമേഖലകൾ കിടപ്പുണ്ട്, അല്ലെങ്കിൽ പാപത്തിൻ്റെതായ സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് അവൾ പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്: നമ്മുടെ സഹനം നേരിട്ടല്ല സമർപ്പിക്കേണ്ട പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് സമർപ്പിക്കണം. യേശുക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി, കറകളുടെ മോചനത്തിനായിട്ട് നമ്മൾ അത് കാഴ്ചവെക്കുമ്പോൾ ആത്മാവ് പൂർണ്ണമായ ശുദ്ധീകരണത്തിലേക്ക് വരുവാ. അതിലൂടെ നമുക്ക് നേരിട്ട് സ്വർഗപ്രാപ്തി, സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശുദ്ധ ഫൗസ്റ്റീന നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ, നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു സഹനമുണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. നമ്മളെ അപമാനിക്കുമ്പോൾ നമുക്കൊരു സഹനമുണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. നമുക്ക് ദുഷ്പ്രേര് കിട്ടുമ്പോൾ നമുക്കൊത്തിരി സഹനമുണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. ശാരീരികമായിട്ടുള്ള വേദനകൾ സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. ഏകാന്തത വരുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. തെറ്റ് ചെയ്യാത്ത കുറ്റക്കാരനായിട്ട് നമ്മളെ വിധിക്കുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. മറ്റുള്ളവരുടെ സഹാരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ട് കാഴ്ചവെക്കണം. പ്രിയപ്പെട്ടവരുടെ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കാണുന്ന വേദന നമ്മൾ ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചവെക്കണം. നമ്മുടെ വസ്തുവകൾ കാണാതെ പോകുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ആ വേദന ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചവെക്കണം. നമുക്ക് പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചവെക്കുമ്പോൾ ആ കാണുന്ന സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ ആത്മാവ് അടുക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യമാണ് പരിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന സ്വീകരണം. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മാവിനെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിവരിക്കാതെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അടുത്തടുത്തുള്ള കുമ്പസാരം, ഗൗരവമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർഗമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പോയി കുമ്പസാരിച്ച് അതിനു വേണ്ടിയുള്ള പരിഹാരം ചെയ്ത് നമ്മൾ എന്തുമാത്രം ഒരുങ്ങാൻ പറ്റുമോ അത്രമാത്രം ഒരുങ്ങുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ ചെയ്തൊരു കൊച്ചു കാര്യമുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ ഗൗരവമായിട്ടുള്ള പാപവും മാരകമായിട്ടുള്ള പാപവും ജീവിതത്തിലുണ്ടായ ലഘുപാപങ്ങളും പോലും കണ്ടെത്തി എല്ലാ വെള്ളിയാഴ്ചയും ഏറ്റുപറഞ്ഞ്, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നേരെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ, നിങ്ങൾ പാപബോധമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ലഘുപാപവും ഗൗരവമായിട്ടുള്ള പാപവും മാരകപാപവും കണ്ടെത്തി 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലൊന്നോ കുമ്പസാരിച്ച് നിങ്ങൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുവാന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് പരിശുദ്ധ കുർബാന. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര മക്കള് ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നുണ്ട്? ലോകത്ത് എല്ലായിടത്തും പോകാൻ പറ്റെങ്കിലും പരിശുദ്ധ ബലിക്ക് മാത്രം പോകാൻ സമയമില്ല പല കുടുംബത്തിലെ ആളുകൾക്ക്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട്. ബലിയെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞേ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതത്തിലെ മരണത്തിന് ശേഷം നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. അനേക നാള് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥയാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബലിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താ? നമ്മൾ വില കൊടുത്ത് ബലി അർപ്പിക്കണം. നിന്റെ കണ്ണിന്റെ ബലി നടക്കണം, നാവിന്റെ ബലി നടക്കണം, ശരീരത്തിന്റെ ബലി നടക്കണം,
മനസ്സിന്റെ ബലി നടക്കണം, വികാരങ്ങളുടെ ബലി നടക്കണം, ചിന്തകളുടെ ബലി നടക്കണം, ആഗ്രഹത്തിന്റെ ബലി നടക്കണം. മക്കളെ, ഈ പ്രകാരം ബല കൊടുത്തുള്ള ബലി നടത്തുകയും നീ ബലിപീഠത്തിന്റെ ചുവട്ടിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോഴാ കൃപയൊഴുകുക, നേരെ സ്വർഗത്തിലേക്ക് നിന്റെ ആത്മാവ് ഒരുക്കപ്പെടുക. മക്കളെ, ബലിയർപ്പിക്കാൻ പോയിട്ട് ദേവാലയത്തിൽ എവിടെയെങ്കിലും നിന്ന് കൂടിയിട്ട് പോരുമല്ല, പരിശുദ്ധ കുർബാന ഈശോയെ സ്വന്തമാക്കണം. ഹൃദയത്തിൽ വന്ന് ഈശോയെ പിന്നെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട്, ആ ഈശോയുടെ ഹിതം അനുസരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ട് 5ാമത്തെ കാര്യമായിരുന്നു പരിശുദ്ധ കുമ്പസാരം, കുർബാന സ്വീകരണം, പരിശുദ്ധ ബലി. 6ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ട് ആശ്രയം വയ്ക്കുക. വിശുദ്ധ കൊച്ചിരേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നേരെ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും നല്ല വഴി ആ വ്യക്തി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നതാ. അവൾ പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, പിതാവായ ദൈവത്തെ സ്വന്തം അപ്പനായി കാണണം, ആ അപ്പനിൽ വിശ്വസിക്കണം, ആ അപ്പനെ സ്നേഹിക്കണം, ആ അപ്പനിൽ ആശ്രയം വെക്കണം. ആ അപ്പനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഏത് വ്യക്തി തയ്യാറായിക്കോ അവരിൽ പൂർണ്ണ വിശുദ്ധീകരണം സംഭവിക്കും. അവരുടെ ആത്മാവ് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശുദ്ധ കൊച്ചിരേസ്യ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഏതൊക്കെ ദൈവമക്കൾ സ്വന്തം മേന്മയിലോ സ്വന്തം കഴിവിലോ ആശ്രയം വെച്ചാൽ അവർക്ക് സ്വർഗത്തിൽ നേരെ എത്തിച്ചേരാൻ പറ്റില്ല. ഏതൊക്കെ വ്യക്തികൾ പുണ്യജീവിതത്തിൽ സൽപ്രവൃത്തിയിലൊക്കെ ആശ്രയം വെച്ചാൽ അവർക്കും നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ഏതൊക്കെ വ്യക്തികൾ തങ്ങളുടെ വിശുദ്ധിയിൽ ആശ്രയം വെച്ചോ അവർക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. എന്നാൽ ഏതു മക്കൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചോ അവർക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന വിശുദ്ധ ചെറുപുഷ്പം നമ്മളെ പഠിപ്പിച്ചു വെക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. 7ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, മരണത്തെ സന്തോഷപൂർവം സ്വീകരിക്കുക എന്നുള്ള കാര്യം. വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം ഇതാ. മരണത്തെ എപ്പോഴും അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായി. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം എപ്പോഴും നിത്യത ലക്ഷ്യമാക്കി അവർ ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു ചെറിയ പാപമുണ്ടെങ്കിലും അതെപ്പോഴും ഉപേക്ഷിച്ച് നിത്യതയിൽ എത്തിച്ചേരണമെന്നുള്ള വലിയ ദാഹത്തോടെ ഇരുന്നപ്പോൾ മരണം കണ്ടപ്പോൾ അവർ പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. മറിച്ച് ആ മരണത്തെ പുൽകുവാനായിട്ട് അവർ ദാഹിച്ചു. അവർ ഇങ്ങനെയാ ചിന്തിച്ചേ, മരണത്തിലൂടെ എനിക്ക് എൻ്റെ ഈശോയെ സ്വന്തമാക്കാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒരു കൊതിയുണ്ട്. മരണത്തിലൂടെ എനിക്ക് എൻ്റെ ഈശോയുടെ തൊട്ടടുത്ത് പോയിരിക്കും, അതിനു വേണ്ടി ഒരുങ്ങണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, മരണക്കിടക്കയിൽ കിടക്കുന്ന മക്കളെ, അവരെ നിങ്ങൾ ഇനി അവർക്ക് ഇത് കേൾക്കുന്നില്ലെങ്കിൽ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന മരണക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളെ കുംഭസാരത്തിലൂടെ ഒരുക്കണം. എന്നിട്ട് പരിശുദ്ധ കുർബാന അവർക്ക് കൊടുക്കണം. മരണക്കിടക്കയിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് ഒരു ദിവസം എത്ര പൂർണ്ണ ദണ്ഡവിമോചനം വേണമെങ്കിലും എടുക്കാം. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് അവർ അപ്രകാരം പൂർണ്ണ ദണ്ഡവിമോചനം എടുത്തുകൊണ്ട് ഒരുങ്ങി ചെറിയൊരു പ്രാർത്ഥന ചെല്ലിയാൽ മതി. പ്രാർത്ഥന ഇപ്രകാരമാ: നിത്യപിതാവേ, അവിടെ നിന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിൻ്റെ എല്ലാ വേദനകളെയും സഹനത്തെയും സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി മക്കളെ. ദണ്ഡവിമോചനം കിട്ടുക. നമ്മുടെ ആത്മാവ് നേരെ സ്വർഗത്തിൽ പോകാനായിട്ട് അതിലൂടെ ഒരുക്കപ്പെടുകയാണ്. 8ാമതായിട്ട് ക്ഷമിക്കുക. നേരെ സ്വർഗത്തിൽ പോകാനുള്ള 8ാമത്തെ വഴിയാണ് ക്ഷമിക്കാൻ തയ്യാറാകുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഉപവിക്കെതിരായിട്ടുള്ള പാപങ്ങളാണ് ഒരാത്മാവിനെ അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കടത്താനുള്ള കാരണം. ഇന്ന് എത്രയോ കുടുംബത്തിലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വഴക്കുകൾ. ജീവിതമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കുടുംബത്തിൽ ആളുകൾ വസിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ബന്ധങ്ങളില്ല. വെറുപ്പ, പിറുപിറുക്കല, കുറ്റപ്പെടുത്തല, പഴിചാറില്ല, സഹകരണമില്ലായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിപ്പ.
നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ചില കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റുന്നുണ്ട്, ചില കുടുംബത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല? കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമ. ചിലവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റുന്നില്ല, ചിലവരുടെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാത്ത ചില അവസ്ഥകൾ. മക്കളെ, സ്നേഹത്തിനെതിരായിട്ട് വെറുപ്പിൽ കഴിയുന്ന ഏതൊക്കെ മക്കളുണ്ടോ, സ്നേഹത്തിനെതിരായിട്ടുള്ള ഏതൊക്കെ അവസ്ഥകളോ നിലപാടുകളോ മനോഭാവങ്ങളോ നമ്മൾ എടുത്തിട്ടുണ്ടോ മക്കളെ, നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരും. എന്നാൽ സ്നേഹത്തെ മുറുകെ പിടിച്ച്, ക്ഷമയെ മുറുകെ പിടിച്ച് ഏതൊക്കെ ദൈവമക്കൾ ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവർക്ക് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. 9ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടത്തെ എപ്പോഴും പരിശീലിക്കാനായിട്ട് പരിശ്രമിച്ചാൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റും. എന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയോട് ചോദിക്കണം, ഈശോയെ, ഞാനിത് ചെയ്താൽ നിനക്ക് വേദനയാകോ? ഞാനിത് ചെയ്താൽ നിനക്ക് വേദനയാകോ? ഈശോ നമ്മുടെ മനസ്സിൽ തോന്നലായിട്ടോ വാക്കുകളായിട്ടോ ആഗ്രഹമായിട്ടോ ചില ചിന്തയായിട്ടോ തരും. ഒന്നെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്, ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുക, ഇങ്ങനെ പ്രേരണ വരും. മക്കളെ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നേരിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധ്യമാകൂ. 10ാമത്തെ കാര്യമാണ് ദണ്ഡവിമോചനം എന്നും സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നേരെ പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എല്ലാ ദിവസവും ഒരു പൂർണ്ണ ദണ്ഡവിമോചനവും. എന്തുമാത്രം ഭാഗിക ദണ്ഡവിമോചനം എടുക്കാൻ പറ്റുമോ ആ ഭാഗിക ദണ്ഡവിമോചനം എടുത്തുകൊണ്ട് സ്വയം മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ദണ്ഡവിമോചനം എടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. 11ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആരാധനയിൽ പങ്കുചേരുക എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഇടവക പള്ളിയിലെ സക്രാരിക്ക് മുന്നിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക. നിത്യാരാധന ചാപ്പലുകളിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ പോയി ഇരുന്ന് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയിൽ ആശ്രയം വയ്ക്കുക. ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈശോയെ സ്നേഹിക്കുക. ഈശോയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കുക. മക്കളെ, ഇപ്രകാരം ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, നിന്റെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റുന്നു, അതിനെ നികത്താനുള്ള കൃപ നിനക്ക് തരുന്നു. ആ ദിവ്യകാരുണ്യത്തിൽ നിന്നും വലിയൊരു തീ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നിനക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്ന കൃപ. 12ാമതായിട്ട് എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും നിയോഗത്തോടു കൂടി ചെയ്യുക. എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയാകട്ടെ, ജപമാലയാകട്ടെ, കുരിശിൻ്റെ വഴിയാകട്ടെ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മക്കളെ, അതെല്ലാം നമ്മൾ നിയോഗത്തോടു കൂടി ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ കടങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോ കാര്യം ചെയ്യണം. ഒരു ദാനധർമ്മം ചെയ്യും, എന്തുമാകട്ടെ, ഏത് ആത്മീയ കാര്യങ്ങളായാലും നിയോഗത്തോടു കൂടി സ്വന്തം ആത്മരക്ഷയ്ക്കായിട്ട് ചെയ്യണം. 13ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക, ദണ്ഡവിമോചനം എടുത്തവർ ദാനധർമ്മത്തിലൂടെ, പരിഹാരത്തിലൂടെ നിനക്ക് എന്തൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുമോ അത്രമാത്രം കാഴ്ചവെക്കണം. വിശുദ്ധ പാദ്രാപ്പിയോ ചെയ്ത ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കി. എന്നിട്ട് ആ പെട്ടിക്കകത്ത് സാധാരണ മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള കുറേ പാപങ്ങൾ, ഒരു 100ഓളം പാപങ്ങൾ എഴുതി ആ പെട്ടിക്കകത്ത് ഓരോ കടലാസിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടു. പ്രിയപ്പെട്ടവരെ, ആ പെട്ടി എന്നിട്ട് എല്ലാവരും പോകുന്ന ഒരു സ്ഥലത്ത് വെച്ചു. എപ്പോൾ പാതിരാപ്പിയോ ആ പെട്ടിയുടെ ഫ്രണ്ടിലൂടെ പൊക്കോ ആ പെട്ടിക്കകത്തേക്ക് കൈയിട്ട് ഒരു പാപം എടുക്കും, അത് തുറന്നു നോക്കും. ദൈവമേ, എന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ, ഈ പാപം ചെയ്ത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഞാനിതാ ഈ പ്രാർത്ഥന ചെല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന ചെല്ലും. ഒരു ഭാഗിക ദണ്ഡമോചനം എടുത്ത് ആ നിമിഷം തന്നെ ആത്മാവിന് കൊടുക്കും. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളുടെ പേര് ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കി അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ അവിടെ വയ്ക്കുക. നമ്മുടെ മക്കളും നമ്മളൊക്കെ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളുടെ പേരെടുക്കുക. ആ ആത്മാവിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ പറയും, ഒരു ത്രിസ്തുതി, ഒരു മരിച്ച വിശ്വാസികളെ ചെല്ലിയിട്ട് കടന്നു പോകും. അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇല്ലെങ്കിൽ ഒരു ഭാഗിക ദണ്ഡമോചനം എടുത്ത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം ചെയ്യുമ്പോൾ ഈ ആത്മാക്കളിലൂടെ നമ്മുടെ ആത്മാവ് വിശുദ്ധീകരണപ്പെടുക. അങ്ങനെ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നമുക്കും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റും.
പ്രിയപ്പെട്ടവരെ, 14-ാമതായിട്ട് രോഗീലേപനം സ്വീകരിച്ചൊരുങ്ങുക. 15-ാമതായിട്ട് എളിമ എന്ന പുണ്യം സ്വന്തമാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 15 കാര്യങ്ങൾ ഏതൊക്കെ ദൈവമക്കൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് തൻ്റെ ജീവിതത്തിൽ അനുകരിക്കാൻ തുടങ്ങിക്കോ, അവർക്കാണ് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധ്യമാക്കുക. നമുക്ക് ഈ പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് തന്നിരിക്കുന്ന ഈ 15 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലാവധി കുറിച്ച് സ്വർഗത്തോട് അടുക്കാനോ എനിക്കൊരു കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാർത്ഥമായിട്ട് ഈ 15 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദാഹിക്കാം. അതിനുള്ള കൃപാവരം ഈ ആരാധനയിലൂടെ നമുക്കെല്ലാവർക്കും കിട്ടട്ടെ. എഴുന്നേറ്റ് കരം കൂപ്പിപ്പിടിച്ച് ഈശോയെ സ്വീകരിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധന 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 ആരാധിച്ച മക്കളെ മലഹമാരോട് ചേർന്ന് വിശുദ്ധരോട് സ്വർഗവാസികളോട് ചേർന്ന് എല്ലാവരും ആരാധിച്ച് ആരാധന 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 ആരാധന. എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, ഈശോയെ നോക്കി പാടിക്കേ. എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, സ്വർഗത്തിലെത്താം, എന്നെ തൊടണേ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാം, എന്നെ തൊടണേ, പാപം ഉപേക്ഷിക്കാം, എന്നെ തൊടണേ, പരിഹാരം ചെയ്യാം, എന്നെ തൊടണേ, കരുണയെ കെട്ടിപ്പിടിക്കാം, എന്നെ തൊടണേ, ഉപവസിച്ച് പ്രാർത്ഥിക്കാം, എന്നെ തൊടണേ, ദണ്ഡവിമോചനമെടുക്കാം, എന്നെ തൊടണേ, രോഗീലേപനം സ്വീകരിക്കാം, എന്നെ തൊടണേ, എളിമപ്പെടാൻ എന്നെ തൊടണേ, പൂർണ്ണമായി ആശ്രയിക്കാം, എന്നെ തൊടണേ, തിന്മയെ ബഹിഷ്കരിക്കാം. ആരാധന 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 പാടിക്കേ. ആരാധന 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 പാടിച്ചേ. ആരാധന 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 ആരാധന. ഇരുകരങ്ങൾ ഉയർത്തി ഒറ്റ യേശുവേ, ജീവിക്കുന്ന യേശുവേ, ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ, അഭിഷേകം തരണമേ, സ്വർഗ്ഗം സ്വന്തമാക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പാപത്തെ നീക്കം ചെയ്യാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പ്രായശ്ചിത്തം ചെയ്യുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പരിഹാരം ചെയ്യുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, തിന്മകൾ മാറ്റുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, സഹനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ച
അനുഗ്രഹിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വരം ഉയർത്തി വിളിക്കട്ടെ യേശുവേ. കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. മക്കളെ, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയിലേക്ക്, പരിപൂർണ വിശുദ്ധിയിലേക്ക്, പരിപൂർണ സ്നേഹത്തിലേക്ക് ഓരോ ദൈവ പൈതലിനെ ദൈവം വിളിച്ചിരിക്കുക. മക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാത്താൻ പലതരത്തിലുള്ള കെണികൾ വെച്ചുകൊണ്ട് നമ്മുടെ പരിപൂർണ വിശുദ്ധി നഷ്ടപ്പെടുത്തുക, നമ്മുടെ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തുക. ഇത് തിരിച്ചു പിടിക്കേണ്ട സമയമായത്. നമുക്കെത്തണ്ടേ മക്കളെ സ്വർഗത്തിൽ? നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്താനല്ല ദൈവം ആഗ്രഹിച്ചേക്കണം, മറിച്ച് സ്വർഗത്തിലെത്താനാ. സ്വർഗത്തിലെത്താനുള്ള വഴികളാ ദൈവം നമ്മുടെ ജീവിതത്തിൽ തുറന്നു വെച്ച് തന്നിരിക്കുന്നേ. ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലെത്താൻ തടസ്സമായി എന്തെങ്കിലും നമ്മളിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ കരുണയ്ക്കായിട്ട് യാചിക്കണം. കരം തുറന്നു പിടിക്കാം. ദൈവമേ, പാപിയാ, വലിയ പാപികളാ ഞങ്ങള്. ഒത്തിരി നന്മ ഞങ്ങൾക്ക് തന്നിട്ടും, ഒത്തിരി കൃപ ഞങ്ങൾക്ക് തന്നിട്ടും, ഞങ്ങൾക്ക് ഒത്തിരി ബോധ്യങ്ങൾ തന്നിട്ടും ഞങ്ങൾ പലപ്പോഴും വീണു പോകുന്നവരാ, പാപബന്ധനത്തിൽ കഴിയുന്നവരാ. ആ സുഖത്തെ ഉപേക്ഷിക്കാൻ പറ്റാതെ അതിൽ വലയം ചെയ്യപ്പെട്ട് കിടക്കുന്ന മക്കളാ. ഈശോയെ, അങ്ങേക്ക് മാത്രമാ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾ വീണ്ടും വീണ്ടും വീണു പോയിക്കൊണ്ടിരിക്കുക. അങ്ങേക്ക് മാത്രമാ ഞങ്ങളെ സ്വന്തമാക്കാൻ, ഞങ്ങളെ ഈ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷിക്കാൻ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേർക്കാൻ. അപ്പാ, അങ്ങേക്ക് മാത്രമാ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ഞങ്ങളെ സമർപ്പിക്കുക. സ്വീകരിക്കണേ ദൈവമേ, സ്വന്തമാക്കണേ ദൈവമേ, കരുണ കാണിക്കണേ ദൈവമേ. ഞങ്ങളെ നിന്റേതാക്കി ഒന്ന് മാറ്റണേ ഈശോയെ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ച്, നമ്മുടെ ശരീരം മനസ്സാത്മാവ് മുഴുവനെ സമർപ്പിച്ച് വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ ഈശോയേ. കരമുയർത്തിക്കൊണ്ടെല്ലാവരും ദാഹിച്ച മക്കളെ ഹൃദയത്തിലേക്ക് വിളിച്ച്, ഹൃദയത്തിലേക്ക് ആഗ്രഹിച്ച് പ്രിയപ്പെട്ട മക്കളെ, നേരെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കണമെങ്കിൽ ആദ്യത്തെ 2 കാര്യമാ. 1, പാപം നീക്കം ചെയ്യണം. 2, പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്യണം. എന്തുമാത്രം പാപങ്ങളാ മക്കളെ നമ്മളിൽ കിടക്കുന്നത്. എന്തുമാത്രം തിന്മയോടൊരു ചായ്വ, വിചാരത്തിലൂടെ എന്തുമാത്രം പാപമാ. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ഉപേക്ഷയിലൂടെ, ശരീരത്തില്, മനസ്സില്, ആത്മാവില്, ഹൃദയത്തില്, പഞ്ചേന്ദ്രിയങ്ങളില് നമ്മളെല്ലാം പാപബന്ധനത്തിലല്ലേ? നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റുപറഞ്ഞ പാപത്തിനൊക്കെ എന്തോരോ നമുക്ക് കിടക്കുന്ന കാലിക ശിക്ഷ. ആ പാപത്തിന്റെ കറ ഇപ്പോഴും കിടക്കുവല്ലേ? അതുകൊണ്ടല്ലേ ചില പാപാസക്തി നമ്മളിൽ കിടക്കുന്നത്.
പാപം ചെയ്യാനുള്ള ചില പ്രവണത കിടക്കുന്ന അതുകൊണ്ടല്ലേ? പരിഹാരം ചെയ്തിട്ടുണ്ടോ? പാപവും നമ്മൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ പാപവും പാപമേഖലകളും പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച്, ഈശോയെ നിന്റെ കരുണ, നിന്റെ ചങ്കിലെ രക്തം ഇത് ഞങ്ങളിലേക്ക് ഒഴുകി ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പരിഹാരം ചെയ്ത് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആഗ്രഹിച്ച് വിളിച്ചു പാടിക്കേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. നാമത്തോടെ എല്ലാവരും ചേർന്ന് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. മക്കളെ, സ്വർഗത്തിൽ പോകാനുള്ള മറ്റു രണ്ട് കാര്യങ്ങളാ. ജീവിതത്തിൽ ക്രമരാഹിത്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന പോലെ തന്നെ അതിന് തക്കതായ പരിഹാരം ചെയ്യണം. രണ്ട്, ജീവിതത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ, ശാന്തതയോടെ, സന്തോഷത്തോടെ, ഈ ക്ഷമയോടുകൂടി അത് സ്വീകരിച്ച് ആത്മരക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. അത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് കാഴ്ചവെക്കണം. ഇവിടെയൊക്കെ നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പാപങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈശോയോട് പറയാ, ഈശോയെ ഞങ്ങളുടെ ക്രമരാഹിത്യവും പാപങ്ങളും സമർപ്പിക്കുക. ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ സഹനങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, നിരാശകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, ഇതെല്ലാം ഈശോയെ അങ്ങേ പീഡാനുഭവത്തിലേക്ക് ചേർത്ത് വെക്കുക. ഞങ്ങളുടെ പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായി, ഞങ്ങളുടെ ആത്മാവിന്റെ കറകൾ മാറ്റപ്പെടാനായി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇത് സ്വീകരിച്ചപ്പാ കരുണ കാണിച്ച് ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ കരം നീട്ടി പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി കരുണയ്ക്കായിട്ട് യാചിച്ച് വിളിച്ചു പാടിക്കേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമ്മുടെ അപരാധങ്ങൾ, പാപങ്ങൾ മായ്ക്കപ്പെടാം. നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നേരെ സ്വർഗത്തിൽ പോകാനുള്ള അടുത്ത രണ്ട് വഴികളാ. ഒന്ന് പരിശുദ്ധ കുമ്പസാരം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന സ്വീകരണം, ഒപ്പം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കല്. നമ്മൾ ചിന്തിച്ച് നമ്മുടെ കുമ്പസാരം എപ്പോഴൊക്കെയാ, എത്ര പൂർണ്ണതയിൽ നടത്തിയിട്ടുണ്ട്? നമ്മുടെ ബലിയർപ്പണമൊക്കെ എത്ര വില കൊടുത്ത് നമ്മൾ അർപ്പിച്ചിട്ടുണ്ട്? യോഗ്യതയോടുകൂടി നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ മേത്മയിലും കഴിവിലും ബുദ്ധിയിലും ഒക്കെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആഴത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ? നമ്മൾ ഈശോയെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ? ആശ്രയിച്ചിട്ടുണ്ടോ? കരുണയെ കെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടുണ്ടോ? ശരണപ്പെട്ടിട്ടുണ്ടോ? മക്കളെ, ഇതല്ലേ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി? ഏത് പാപിക്കും, ഏത് രോഗിക്കും, ഏത് കുറവുള്ളവനും സ്വർഗത്തിലെത്താനുള്ള വഴി വിശുദ്ധ കൊരിന്ത്യർ പറയുന്നു, നീ ദൈവത്തിന്റെ കരുണയെ ആശ്രയിക്ക്, ആ കരുണയെ കെട്ടിപ്പിടിക്ക്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ നിമിഷം രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് കുറവുകൾ സമർപ്പിക്ക്. ദൈവമേ, ആ കരുണയെ കെട്ടിപ്പിടിക്കാൻ, പരിശുദ്ധ കുമ്പസാരത്തെ സ്നേഹിക്കാൻ, പരിശുദ്ധ ബലിയെ സ്നേഹിക്കാൻ, ഈശോയെ സ്വന്തമാക്കാൻ എനിക്കൊരു കൃപ തരണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ എന്റെ മേലൊന്ന് കരുണയൊഴിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ആ കരുണയ്ക്ക് വേണ്ടി രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സകല മക്കളും വിളിച്ചു പാടി പ്രാർത്ഥിച്ചേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ
സ്വർഗം സ്വന്തമാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സന്തോഷപൂർവം മരണത്തെ സ്വീകരിക്കുക. 2, ക്ഷമിക്കാൻ തയ്യാറാകുക. 3-ാമത്തെ കാര്യം, ദൈവ ഇഷ്ടം എപ്പോഴും സ്വന്തമാക്കാൻ നോക്കുക. നമ്മൾ ചിന്തിക്കണം മക്കളെ, ക്ഷമിക്കേണ്ട മേഖല ഇനിയും കിടപ്പില്ലേ? ദൈവ ഇഷ്ടം നമ്മൾ പലപ്പോഴും സ്വന്തമാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലയിലൊക്കെ കുറവ് സംഭവിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ട് നമ്മൾ എന്തോരം വില കൊടുത്തിട്ടുണ്ട്. രോഗീലേപനം സ്വീകരിക്കാനായിട്ട് നമ്മൾ എന്തോരം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രായമായവർക്ക് വേണ്ടി അത് സ്വീകരിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ വില കൊടുത്തിട്ടുണ്ടോ? ഒന്ന് എളിമപ്പെടാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശാന്തതയോടെ ഇരിക്കാൻ നോക്കിയിട്ടുണ്ടോ? ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. ദൈവമേ, നീ വിളമ്പി തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ നേരെ സ്വർഗത്തിൽ പോകാൻ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വന്തമാക്കി ജീവിക്കാൻ നീ ഞങ്ങൾക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുക. ദൈവമേ, സ്വർഗത്തിലെത്താൻ, സ്വർഗം മാത്രം ലക്ഷ്യമാക്കാൻ ഇതാ വിശുദ്ധര് പ്രാർത്ഥിച്ച പോലെ എനിക്ക് സ്വർഗം സ്വന്തമാക്കണം. എസ്തപ്പാനോസ് പ്രാർത്ഥിച്ച പോലെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ, സ്വർഗം നോക്കിക്കൊണ്ട് മരിക്കാൻ നീ എനിക്കൊരു കൃപ തരണമേ അപ്പാ, നീ എന്നെ പഠിപ്പിക്കണേ അപ്പാ, നീ എനിക്ക് ശക്തി തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, ഈശോയേ, ഈശോ. സ്വരമുയർത്തി ചങ്കുപൊട്ടി വിളിച്ച് പരിശുദ്ധനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.